അപ്പോൾ ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻലീസ ഡയറീസ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ഒരു ഇച്ചിരി ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ അതായത് ഒരു യൂട്യൂബ് കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ വലിയ ഡിഫറെൻറ്റ് വീഡിയോ ഒന്നുമല്ല, പക്ഷെ നമ്മുടെ ചാനൽ ഇതുവരെ ചെയ്യാത്തൊരു ഒരു വീഡിയോ ആണ്. അധികം ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. സോ ഐ വാസ് തിങ്കിങ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇൻ UK എന്നുള്ള വീഡിയോ ചെയ്യാം. അപ്പം അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയപ്പം especially it was around this time, അതും കൂടെ ആയതുകൊണ്ടാണ് I was thinking റാൻഡം ആയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതിന് പകരം ആ ഡേ എനിക്കൊരു ഇച്ചിരി ഇമ്പോർട്ടൻറ്റും കൂടി ആയിട്ടുള്ളൊരു ഡേ ആകുമ്പോൾ കുറച്ചുകൂടെ ഫണ്ണായിരിക്കില്ലേ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ലേ എന്നോർത്തു. അപ്പം ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ ചൂസ് ചെയ്ത ഡേ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. ഇറ്റ്സ് മൈ ബർത്ത്ഡേ. സോ ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ പറയാം, ദ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന ഡേ എൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, ഐ ഡോണ്ട് നോ എത്രത്തോളം മനസ്സിലായി ക്ലിയർ ആയിരുന്നു. പക്ഷേ മേ ബി ഇപ്പം ഇങ്ങനെ ഞാൻ പറയുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും ഭയങ്കര ഒരു എന്താ പറയുക, കുറേ സ്പെഷ്യൽ നോർമൽ ആക്ടിവിറ്റീസ് അല്ലാണ്ട് കുറേ സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് യൂഷ്വൽ ഡേനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒന്നുമില്ല. പ്രാവശ്യം ബർത്ത്ഡേ ഭയങ്കര സിമ്പിളാണ്. ഭയങ്കര സിമ്പിൾ എന്നല്ല, സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് എ വെരി റെഗുലർ ഡേ, അല്ലെങ്കിൽ ഒരു കോമൺ ഡേ ഇൻ എനി ഓഫ് അവർ ലൈഫ്സ്, ബോത്ത് ഓഫ് അവർ ലൈഫ്സ് ഓർ മൈ ലൈഫ് ബേസിക്കലി. അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ നമ്മൾ പോകുന്നത്. ഫസ്റ്റ്ലി ബിക്കോസ് വി റിയലി ന്യൂ ഹിയർ ആൻഡ് ഞാനും ബിസിയാണ്, സുബിയും ബിസിയാണ്. സോ വി തോട്ട് ഓക്കെ മേ ബി സം ടൈം ലേറ്റർ ഓൺ കുറച്ചൊന്ന് എന്താ പറയുക, നമ്മളൊന്ന് സെറ്റിൽ ആയി കഴിഞ്ഞു ടൈം വൈസ് ഇൻ തിങ്സ്. നമ്മളൊന്ന് സെറ്റിൽ ആയി കഴിഞ്ഞ് നമ്മുടെ ടൈം എല്ലാം ഒന്ന് സിങ്ക് ആയി കഴിയുമ്പോൾ കുറച്ചുകൂടെ കാമായിട്ടുള്ളൊരു ടൈം കിട്ടുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി വെരി എന്താ പറയുക, ജസ്റ്റ് ലൈക്ക് അനദർ ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെയാണ്. സോ ഐ ഹാവ് ക്ലാസ്സസ് അറ്റ് ദ യൂണി. ഇതൊക്കെ ഞാൻ എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം ഇൻ ദ ഡേ ഇൻ മൈ ലൈഫ്. ഓൾസോ ഞാനിത് പറയുമ്പം ഞാനിപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എന്താ പറയുക, നോട്ട് ഓൺ ദ ഡേ ഇൻ മൈ ലൈഫ്. സോ ഐ തോട്ട് ഇപ്പം രാവിലെ തൊട്ട് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് രാവിലെ ഇതേപോലെ എണീറ്റിരുന്ന് ഇൻട്രോ പറയാനൊന്നും പറ്റില്ല. ഡേ ഇൻ മൈ ലൈഫിൽ എനിക്ക് ഇൻട്രോ പറയാൻ. സോ ദിസ് ഇൻട്രോ പോർഷൻ ഞാൻ ആക്ച്വലി പ്രീവിയസ് ഡേ ഇന്നലെയാണ് ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. സോ ദാറ്റ് എന്താ പറയുക, I can just go deep, get into the video, get into the day in my life instead of ആ സമയത്ത് ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞ് അതുകൊണ്ട്. സോ ഇനി വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡേ ഇൻ മൈ ലൈഫ്. സോ ആശ കോൾഡ് മീ ഇന്ത്യൻ ടൈം രാത്രി 12 o'clock എക്സാക്ട്ലി. ആ സമയത്ത് ബിഫോർ ഷി വെൻറ്റ് ടു സ്ലീപ്പ് ഷി കോൾഡ് മീ, ഷി വിഷ്ഡ് മീ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഷി വെൻറ്റ് ടു സ്ലീപ്പ്. സോ അവിടെ ഇന്ത്യൻ ടൈമിലെ എനിക്ക് വിഷസ് കിട്ടി തുടങ്ങി ഗൈസ്. ആശ വിളിച്ചതിൻ്റെ കൂടെ തന്നെ കുക്കുചേട്ട എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ടൈമിൽ തന്നെ കുറേ വിഷസ് കിട്ടി. പിന്നെ ഇവിടെ UK ടൈം രാത്രി 12 ആയപ്പോഴത്തേക്കും ഡാഡി മമ്മി അവിടെ നാട്ടിൽ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം they called me at that time. So UK time 12 o'clock before I went to sleep. I already got a lot of wishes. UK time 12 o'clock and they wished. അപ്പോൾ തന്നെ സുബി ഒരു കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ത്രൂ ഓൺ ദ വീഡിയോ കോൾ തന്നെ ഞാൻ ആ കേക്കും കട്ട് ചെയ്ത് അങ്ങനെ സെലിബ്രേഷൻസ് അല്ല ഡേ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ എണീറ്റു, എലുമ്പ് കോലാണ്. സോ ഫസ്റ്റ് തിങ് ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ നമ്മൾ പള്ളി കുർബാനയാണ്. സോ ഞാൻ പറഞ്ഞില്ലേ ഡെയിലി റുട്ടീനിലുള്ള കാര്യമൊന്നുമല്ല, ഡെയിലി ഇങ്ങനെ രാവിലെ പള്ളിയിൽ പോകാറൊന്നുമില്ല, അതിന് ഉള്ള ടൈം കിട്ടാറില്ല. ഇന്ന് അവന് ബർത്ത്ഡേ ആയതുകൊണ്ട് പിൽപ്പിക്കിൻ ഓഫ് പള്ളി പോയിട്ട് വെച്ചു. അപ്പം I'll quickly change and get back. Okay? അപ്പം റെഡിയായി. ഇതാണ് ബർത്ത്ഡേ ലുക്ക്. ഇനി സുബിയോടെ ഇരിപ്പുണ്ട്. ഇനി നമ്മൾ സ്ട്രെയിറ്റ് പള്ളിയിൽ പോവാണ്. ബാക്കി അപ്പം പള്ളിയിൽ പോകുന്ന വഴിക്കും പള്ളിയിൽ എത്തിയിട്ടൊക്കെ വിൽ സീ. അപ്പോൾ ഓക്കെ.
ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കണ്ട, അത് ദുരന്തം. പാസ്ത ഉണ്ടാക്കി. ഫസ്റ്റ് ഓഫ് ഓൾ അത് ദുരന്തമായിരുന്നു. അതിൽ ഉണ്ടാക്കിയ സാധനം ഇനിയും ദുരന്തമായിപ്പോയി. എന്താണെങ്കിലും ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. ഇപ്പോൾ എന്താ ഇവിടെ ചെയ്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ നിലത്ത് കുത്തിയിരിക്കുന്ന എന്താ പരിപാടി എന്നാണ്. ഇന്നെനിക്ക് ക്ലാസ്സുള്ള ദിവസമാണ് ഗൈസ്. അപ്പം ക്ലാസ്സിൽ പോകാനായിട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ നോട്ട്സ് ഒക്കെ എടുത്തിട്ട് പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ നോട്ട്സ് കിട്ടും. നോട്ട്സ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് പോകാറ്. ഇന്ന് ഞാൻ ഇന്നലെ ഞാൻ ഇന്നത്തേക്കുള്ള നോട്ട്സ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ മറന്നു. അപ്പോൾ എനിക്കിനി പോകാൻ കറക്റ്റ് ഒരു 45 മിനിറ്റ്സ് ഉണ്ട്. അതിനുള്ളിൽ വേഗം ഇന്നത്തേക്ക് വേണ്ടിയുള്ള എല്ലാ നോട്ട്സും പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ശ്രമിക്കുന്നതാണ് ഈ കാണുന്നത്. Happy birthday to you. I'm not singing. I sound bad. നീ അതിനകത്ത് പുറകെ മ്യൂസിക് ഇട്ടാൽ മതി. മ്യൂസിക്. Where is this? Thank you. അങ്ങനെ വീട്ടിൽ രണ്ടാമത്തെ കേക്ക് കട്ടിങ്ങും ഞാൻ സുബി മാത്രമേ ഉള്ളൂ. അങ്ങനെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് പോയിക്കൊണ്ടിരിക്കുക. യൂണിവേഴ്സിറ്റിക്ക് ബസ് ഉണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് ഞാനിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇൻ്റർവെൽസിൽ നമുക്ക് ബസ്സുണ്ട്. അപ്പം ഞാനിങ്ങനെ ബസ് കയറാൻ ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ബസ് വന്ന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് 5-10 മിനിറ്റ്സ് കഴിഞ്ഞെത്തി. ബസ് എത്താൻ കുറച്ച് ലേറ്റായി. എങ്ങനെ ഓടി പിടിച്ച് ക്ലാസ്സിലെത്തി. ഇതാണ് എൻ്റെ ഫസ്റ്റ് മോർണിംഗ് സെഷൻ ഓഫ് ക്ലാസ് ദാറ്റ് ഐ എം അറ്റൻഡിങ് റൈറ്റ് നൗ. അപ്പം ഞങ്ങൾ ലഞ്ച് ഇന്ന് ബർത്ത്ഡേ ലഞ്ച് കഴിക്കാൻ വന്നത് ബേക്കേഴ്സ് ഓവൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ UK-ലല്ലേ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഫുഡ് കഴിച്ച സ്ഥലത്താണ്. ഇറ്റ്സ് എ സ്മോൾ പ്ലേസ് ബട്ട് ഇറ്റ്സ് എ വെരി ടേസ്റ്റി ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റീസ് ഉള്ളത്. നമ്മളിന്ന് കഴിക്കുന്നത് ഇതാണ് സോസേജ് കാസറോൾ എന്ന് പറഞ്ഞൊരു ഐറ്റം. അപ്പോൾ UK-ലെ കുറേ സ്റ്റോഴ്സിൽ നമ്മുടെ ബർത്ത്ഡേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ബർത്ത്ഡേ ട്രീറ്റ്സ് കിട്ടും. ഇപ്പോൾ ഗ്രെഗ്സിലെ ഒരു ഫ്രീ ബർത്ത്ഡേ ട്രീറ്റ് ഞാൻ വാങ്ങിച്ചതാണ്. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. ഇറ്റ് വാസ് റിയലി യമ്മി. അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് വിളിച്ചു. മമ്മിയും പപ്പയൊക്കെ ബർത്ത്ഡേ വിഷ് ചെയ്തു. ഞങ്ങളിങ്ങനെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻസിനെ പറ്റി ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ഞങ്ങളിങ്ങനെ പപ്പയോടും മമ്മിയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് നൈസ്. പപ്പയും മമ്മിയും മാത്രമല്ല വിളിച്ച് തുടങ്ങിയത് അപ്പുവാണ്. വീഡിയോ ഫസ്റ്റ് ഇപ്പോൾ ഇട്ടേക്കുന്നത് എനിക്കത് പപ്പയുടെ മമ്മിയുടെയാണ്. അപ്പുവാണ് വിളിച്ച് തുടങ്ങിയത്. അങ്ങനെ അപ്പും നമ്മളങ്ങനെ എല്ലാവരും വിളിച്ച് വിഷ് ചെയ്ത് ഞങ്ങളിങ്ങനെ എന്താ പറയുക, വി വർ ഹാവിങ് എ ലിറ്റിൽ എന്താ പറയുക കോൺവെർസേഷൻ. ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും എങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു എന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ. അങ്ങനെ ഉച്ചയ്ക്കത്തെ പരിപാടികൾ, ബർത്ത്ഡേ ലഞ്ചും പിന്നെ വീട്ടിൽ നിന്നുള്ള കോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ സുബി ഡയറക്റ്റായിട്ട് വർക്കിന് പോയി. ഞാൻ ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിലോട്ട് തിരിച്ചു വരുക. എനിക്ക് ഈവനിങ് ഒരു സെഷൻ ഓഫ് ക്ലാസ്സും കൂടെ ഉണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സെഷൻ ക്ലാസ്സും കൂടെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അങ്ങനത്തെ ഈവനിങ് സെഷൻ ഓഫ് ക്ലാസ്സസ് സ്റ്റാർട്ടായി. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂമിലെ ലൈറ്റിംഗ് കുറച്ച് സീനാണ്. അപ്പോൾ റൂമിലെ ലൈറ്റിംഗ് ബോധർ ഉണ്ടാക്കാം. സോ ക്ലാസ് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു. ബങ്ക് ചെയ്തോന്ന് ചോദിച്ചാൽ ബങ്ക് ചെയ്തു, അങ്ങനെയും പറയാം. കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഇനി ഇറ്റ്സ് എ വെരി സ്ലോ ഡേ. ലൈക്ക് എൻ്റെ തിരക്കുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് ചില്ലിങ്, റിലാക്സിങ്. സുബി വർക്കിന് പോയി. ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒരു സെക്കൻഡ് ഹാഫ് തന്നെ ഒരു ലാസ്റ്റ് പോർഷൻ ഓഫ് ദ ഡേ പ്രിറ്റി മച്ച് ഞാൻ മാത്രമേ ഉള്ളൂ ഡൂയിങ് വാട്ട് ഐ ലൈക്ക്. ജസ്റ്റ് സ്ലോയിങ് ഡൗൺ, റിലാക്സിങ്. അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് ഫ്രഷായി കുളിച്ച് വരാം. ഓക്കെ,
അപ്പം ഞാനങ്ങനെ കുളിച്ച് ഫ്രഷായി നല്ല കംഫർട്ടബിൾ കൂസി ആയിട്ടുള്ള പജാമീസിലേക്ക് മാറി. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല, വെരി സിമ്പിൾ. ഞാനിനി ഫുഡ് കഴിക്കാൻ പോകണം, ഡിന്നർ കഴിക്കുന്നു. സുബി ഡിന്നർ കഴിച്ചിട്ടേ വരുള്ളൂ. ഞാൻ ഡിന്നർ കഴിക്കാൻ പോകുന്നു. പിന്നെ ഐ തിങ്ക് ഞാൻ കാണിച്ച എനിക്കിങ്ങനെ എന്താ പറയുക, ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യലായിട്ട് ഫ്രീ കിട്ടിയ ഐറ്റംസ് ഇല്ല, അതും പിന്നെ ബർത്ത്ഡേ കേക്ക് ബാക്കിയിരുന്നതും ഇതെല്ലാം കൂടെ കംഫർട്ടബിളായിട്ട് ഡുവയുടെ അകത്തിരുന്ന് വാമായിട്ട് ഫുഡ് കഴിച്ച് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പോകും. ഇതാണ് പ്രിറ്റി മച്ച് ഡേ ഇൻ മൈ ലൈഫ്. ലൈക്ക് മോസ്റ്റ് അറ്റ്ലീസ്റ്റ് 3 days a week ഞാൻ യൂണിവേഴ്സിറ്റി പോകുന്നുണ്ട്, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നു. സോ ഇറ്റ്സ് പ്രിറ്റി മച്ച് റെഗുലർ ഡേ ഇൻ മൈ ലൈഫ്. കുറച്ച് എക്സെപ്ഷണൽ ആയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ബർത്ത്ഡേ ലഞ്ചിന് പോയതും രാവിലെ പള്ളിയിൽ പോയതായിരിക്കും. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞൊരു കാര്യം കേട്ടോ. അതർവൈസ് ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി മച്ച് യെറ്റ് അനദർ ഡേ ഇൻ മൈ ലൈഫ്. ഐ തിങ്ക് ഇനി വലിച്ചു നിൽക്കണ്ട. That's pretty much it. So ഇനിയൊന്നുമില്ല. I'm just waiting for Zubi to come back. And once he's back, ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും. We'll have a little chit chat. ഡെയിലി ഉള്ള സംഭവമാണ്. We'll have a little chit chat of ours. കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് അതും ഇതൊക്കെ പറഞ്ഞ് and then പ്രാർത്ഥിക്കുക. അങ്ങനെ I've come to an end, or we've come to an end of a day in my life vlog, and this is how my birthday also went this year. So I'll see you guys in the next video. Bye bye.